ഞാൻ എറണാകുളത്താണ് താമസം. പേര്? ഞാൻ സുനിത എന്നാണ്. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഒരു സമയത്ത് ഇവിടെ ഈ കൃപാസനത്തിൽ നിന്ന് ഒരു ഒരു പെൺകുട്ടിയും ഒരു സ്ത്രീയും കൂടെ വന്നിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിനൊക്കെ ഈ അവിടുത്തെ പത്രം കൊടുത്തുകൊണ്ട് ഇരിക്കുവായിരുന്നേ. ഏത് ഹോസ്പിറ്റലായിരുന്നു? എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ. അപ്പൊ ഈ പത്രം കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എന്റെ അപ്പുറം ഇപ്പുറം കിടന്ന ബെഡിലെ ആൾക്കാരും ഞാനും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ്, ഡോക്ടറില്ലാത്തൊരു സമയം. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പേപ്പർ കൊടുത്തുകൊണ്ട് വന്ന സമയത്ത് ഞങ്ങളുടെ ബെഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്തു, എനിക്കും തന്നു. അപ്പൊ ഞാനും വാങ്ങിയില്ല. അപ്പുറത്ത് ഞങ്ങൾ രണ്ടുപേരും ഹിന്ദുസ് ആയിട്ട് ഞങ്ങൾ രണ്ടാളും വാങ്ങിയില്ല, മറ്റേ പുള്ളിക്കാരി വാങ്ങി. അപ്പൊ വാങ്ങിയ ആളോട് വാങ്ങാത്ത ഞങ്ങളെ കുറിച്ച് എന്തോ പറഞ്ഞിട്ട് അവരോട് പറയാണ്, ഞാനിങ്ങനെ ഈ പേപ്പർ വാങ്ങിച്ചപ്പോ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവരോട് പറഞ്ഞു കൊടുക്കാണ്. ഈ പേപ്പർ വാങ്ങിച്ച് ഇവരുടെ മോൻ 10ാം ക്ലാസ്സിലെ പരീക്ഷ 3 തവണ എഴുതി തോറ്റ കുട്ടിയാണ്. ഈ പേപ്പർ വാങ്ങിച്ചിട്ട് അതിന്മേൽ ഇരുന്ന് പഠിച്ചെന്നോ കിടന്ന് പഠിച്ചെന്നോ എന്തോ പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോ ആ കുട്ടി പരീക്ഷ പാസ്സായിരുന്നു, ഒന്നും പഠിക്കാണ്ട് തന്നെ പരീക്ഷ പാസ്സായെന്ന് പറയും. ഇങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ എക്സ്പീരിയൻസ് പറയുവാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഇവരങ്ങ് പോവുകയും ചെയ്തു. ഇത് ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് വാങ്ങാത്ത. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം ഇവർക്ക് ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ ഞങ്ങളെ ഒരുമാതിരി ശപിക്കുന്ന മാതിരി പറഞ്ഞിട്ട് ആ സ്ത്രീ അങ്ങ് പോവുകയും ചെയ്തു. അപ്പം ഇത് വാങ്ങിച്ച സ്ത്രീ ഞങ്ങളിങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, അപ്പൊ ഈ കുട്ടി 10ാം ക്ലാസ് 3 തവണ എഴുതിയിട്ടും ജയിക്കാത്ത ഈ കുട്ടി ഈ പേപ്പർ വാങ്ങിയിട്ട് പിന്നെ പരീക്ഷ എഴുതിയപ്പോഴത്തേക്ക് ജയിച്ചു, അപ്പൊ പഠിക്കാതെ ജയിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ഒരു 10ാം ക്ലാസ്സിലെ പരീക്ഷ മാത്രമാണ്. അപ്പൊ ഈ കുട്ടി ഇനി +2 കഴിഞ്ഞ് എങ്ങാനും ആ കുട്ടിക്ക് ഇതുപോലെ MBBS-ലോ അങ്ങനെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കൊച്ചി ഇതുപോലെ പേപ്പർ വാങ്ങി അഡ്മിഷനും വാങ്ങി ഒരു ഡോക്ടർ ആയെന്ന് വിചാരിക്കാം. അങ്ങനാണെങ്കിൽ ഈ കുട്ടി ഒരു ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ തലച്ചോറ് ഓപ്പറേഷൻ ചെയ്തിട്ട് വിടില്ലേ? ഒന്നും പഠിക്കാതെ ഈ കൃപാസനത്തിലെ പേപ്പറിന്റെ ബേസിസിൽ പോയി പഠിച്ച് പരീക്ഷ എഴുതി ജയിക്കുവാണെങ്കിലേ. അപ്പം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ, അപ്പൊ അതിലെ ആ വ്യർത്ഥത ഞങ്ങൾക്ക് വല്ലാണ്ട് ഫീൽ ചെയ്ത്. ഇതൊക്കെ പറയുമ്പം സാധാരണ ലോജിക്കലി ഒന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ലോജിക്കലി ചിന്തിക്കുന്ന ഇവന്മാരുടെ പുറകെ പോവുമോ? ഇത്രയും വലിയ ചിന്തകളൊന്നും പാടില്ല ഇവന്മാരുടെ പുറകെ പോകുമ്പോ. ഇവന്മാരുടെ പുറകിൽ ഇവന്മാര് പറയുന്നത് വിശ്വസിക്കുക, പുറകെ പോവുക. എനിക്ക് വല്ലാതെ ദേഷ്യം തോന്നി. ഇവരോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അവര് 10ാം ക്ലാസ്സിൽ എഴുതിയപ്പോ ഈ കുട്ടി ഒന്നും പഠിക്കാതെ അങ്ങനെ എന്തൊക്കെ പറയും. അത് ആളും തരവും അനുസരിച്ച് ഇവന്മാര് ഈ പറയുന്ന മനുഷ്യന് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉള്ള സ്ഥലങ്ങൾ ഏതാ? ഇത്തരത്തിലുള്ള രോഗപീഠകളുള്ള സമയത്ത്, അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവര്, അങ്ങനെ ദുരിതമുള്ളവരെയാണ് ഇവര് പോയി ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ദുർബലമായ ശരീരത്തില് ഈ വൈറസ് കീഴടക്കും എന്ന് പറഞ്ഞ പോലെ ഈ മാനസികമായിട്ടും നമ്മൾ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മൾ തകർന്നിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളാണ്, ശരിക്കും പ്രലോഭനങ്ങളാണ്. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട്, ഞങ്ങൾ രണ്ടാളും കൂടി ഇത് കേട്ടോണ്ടിരുന്നപ്പോ ഞാൻ പറയുന്നത്, ചേട്ടാ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഈ വാങ്ങാത്ത എന്നെയും ആ വാങ്ങാത്ത അപ്പുറത്തെ ബെഡിലത്തെ സ്ത്രീയെയും നോക്കി അവരെന്തോ ഇവരോട് പറഞ്ഞതിന് ശേഷം ഇതുമൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്താണ് പേപ്പർ മേടിച്ചു കുറെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെ അവരുടെ മോൻ 10ാം ക്ലാസ്സിൽ നിന്ന് 3 വട്ടം തോറ്റിട്ടും ഈ പേപ്പർ മേടിച്ച ഉടനെ അവൻ ജയിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തൊന്നും ആരും പരീക്ഷ എഴുതി പഠിച്ച് പാസ്സാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ പേപ്പർ അങ്ങ് വാങ്ങിച്ചാൽ പോരെ. പിന്നെ എന്തിനാ ആശുപത്രിയും ഡോക്ടർമാരും ഒക്കെ ഈ മണ്ടത്തരം പറയണതിന് ഒരു കണക്കും. ഇത് ഒരു സൈഡിൽ കൂടെ രാഷ്ട്രീയക്കാരന്മാര് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു, ഒരു സൈഡിൽ വിശ്വാസത്തിന്റെ പേരിൽ ഇതുപോലുള്ള ഇവര് നമ്മളെ ചൂഷണം ചെയ്യുന്നു. ഇതിനുള്ള വിവേകം ജനങ്ങൾക്കുണ്ടാകുക വേണ്ടുന്നതേ. അവരൊരു പാവപ്പെട്ടൊരു കത്തോലിക്ക സ്ത്രീയാണ്. അപ്പൊ അവരോട് ഞങ്ങൾ ഇത് ഇങ്ങനെ പറഞ്ഞു. തന്നെയല്ല, ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞാലും ബൈബിളൊക്കെ അത്യാവശ്യം വായിക്കുന്നവരോട്, ഞാൻ എല്ലാം തന്നെ കേൾക്കും, വായിക്കും, അത്യാവശ്യം വായിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ ഞാനിപ്പം അതിനു മുമ്പ് ഈ സാറിന്റെ ഇന്നലത്തെ ഈ ന്യൂസ് കേൾക്കുന്നുണ്ട്, ഈ ക്രിസ്മസിനെ കുറിച്ചിട്ട് അത് സാറത് കേട്ടായിരുന്നു. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടായിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് അത് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ആട്ടിടയന്മാര് വെളിയിൽ പാർത്തിരുന്ന സമയത്താണ് യേശു ജനിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം യേശു ജനിക്കുന്നത് ഒരു മഞ്ഞുകാലത്താണെങ്കിൽ എന്തായാലും സാധ്യതയില്ല. കാരണം ആട്ടിടയന്മാരും ആടെന്ന് പറഞ്ഞാൽ തന്നെ ചെറിയൊരു തണുപ്പ് വന്നാൽ പോലും ചത്തുപോകുന്നൊരു ജീവിയാണ്. അപ്പൊ അതിരിയമായിട്ട് പുറത്തായിരുന്ന സമയത്ത് യേശു ജനിച്ചു എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു വസന്തകാലത്തിൽ അല്ലെങ്കിൽ മഴയോ തണുപ്പോ ഇല്ലാത്തൊരു സമയത്താണ് യേശു ജനിച്ചേക്കുന്നത്. അപ്പൊ പിന്നെ ശരിക്കും പറഞ്ഞാൽ എന്തിന്റെങ്കിലും പേരിൽ ഒരു ആഘോഷം, കുറച്ച് ഫുഡ് ഉണ്ടാക്കണം, കുറെ വസ്ത്രം എടുക്കണം, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകണം, അതൊരാഘോഷം. ഇതിന്റെയൊക്കെ പിന്നിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരന്റെ ബുദ്ധി അതിന്റെ പിന്നിലുണ്ട്. അല്ലാതെ നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാനങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ മതത്തിന്റെയും രാഷ്ട്രീയങ്ങളുടെയൊക്കെ പേരിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ഒരു കോലാഹലങ്ങൾ.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.